ചടയമംഗലം നിലമേല് ഒരു MC റോഡിലുണ്ടായ അപകടത്തിൽ മരിച്ച സ്കൂട്ടർ യാത്രികയ്ക്കൊപ്പം ഉണ്ടായിരുന്ന മകളും ഇപ്പോൾ അമ്മയ്ക്ക് പിന്നാലെ യാത്രയായി എന്നാണ് അറിയുന്നത്. ഏറ്റവും കൂടുതൽ ദുഃഖകരമായി മാറുന്നത് ഒരു കുടുംബത്തിലെ 2 മരണമാണ്. ഇപ്പോൾ ആ കുടുംബം ഇതെങ്ങനെ കരകയറി മുന്നോട്ട് പോകുമെന്നറിയാതെയാണ് എല്ലാവരും ഈ വാർത്ത കാണുന്നത്. പന്തളം ബങ്ങാരം സെലിൻ നിവാസിൽ ഹൽബി ജലാലാണ്, അതായത് 21 വയസ്സുള്ള ഈ മകളാണ് ഇന്ന് മരിച്ചത്. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രി മരിച്ചു. പത്തനംതിട്ട സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസിൽ അവസാന വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയായിരുന്നു ഹൽബി എന്ന ഈ 21 വയസ്സുകാരി. ഹൽബിയുടെ മാതാവും ചെന്നീർക്കര PHSലെ നഴ്സിംഗ് അസിസ്റ്റന്റുമായ സെൽവം മുഹമ്മദ് കുഞ്ഞ് അപകട സ്ഥലത്ത് തന്നെ മരിച്ചു. 53 വയസ്സായിരുന്നു സെൽവം മുഹമ്മദ് കുഞ്ഞിന്. ചൊവ്വാഴ്ച രാത്രി MC റോഡിൽ പുതുശ്ശേരിയിലായിരുന്നു അപകടം നടന്നത്. സ്കൂട്ടറിന്റെ പിന്നിൽ കാർ ഇടിച്ച് റോഡിൽ വീണ ഇരുവരും ദേഹത്തുകൂടി ബൈക്ക് കയറി ഇറങ്ങി. അപകടത്തെ തുടർന്ന് ഇവരെ ഇടിച്ചിട്ട വാഹനങ്ങൾ നിർത്താതെ പോയി. സംഭവ സമയം മുതൽ CCTV ദൃശ്യം പരിശോധിച്ച പോലീസിന് വാഹനങ്ങൾ കണ്ടെത്താനായില്ല. തിരുവനന്തപുരത്ത് പോയ ശേഷം പന്തളത്തേക്ക് മടങ്ങുകയായിരുന്നു ഇവർ. സ്കൂട്ടർ നിർത്തിയിട്ടിരിക്കുമ്പോഴാണ് പിന്നിൽ വന്ന് കാർ കൊണ്ട് ഇടിച്ചതെന്ന് പറയുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കവേ സെൽവം മരിക്കുകയായിരുന്നു. ഹൽബി രാത്രിയോടെ വെഞ്ഞാറമൂട് സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത്. ഇരുവരുടെയും മൃതദേഹങ്ങൾ ചടയമംഗലം പോലീസ് നടപടികൾക്ക് ശേഷം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഉമ്മ എവിടെ എന്ന് എപ്പോഴും ചോദിക്കുന്നുണ്ടായിരുന്നു ആ പെൺകുട്ടി. ഹൽബിക്ക് ചെറിയ ബോധം വന്നപ്പോൾ തന്നെ, സംസാരിക്കാൻ പറ്റുന്ന സമയമായപ്പോൾ തന്നെ ഹൽബി ഉമ്മയെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ വെളിയിലുണ്ട്, ഉമ്മയ്ക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും പിന്നീട് പ്രതികരണമൊന്നും ഇല്ലാതെയും ആവുകയായിരുന്നു. മരിക്കുന്നതിനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഉമ്മയെക്കുറിച്ചായിരുന്നു ആ പെൺകുട്ടി ചോദിച്ചത്. തൻ്റെ കൂടെ ഉമ്മ ഉണ്ടായിരുന്നു എന്ന് എല്ലാവരോടും പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഉമ്മയ്ക്ക് എന്ത് പറ്റി എന്നാണ് മകൾ ചോദിക്കുന്നത്. എന്നാൽ ഉമ്മ വെളിയിൽ കാവലായി ഉണ്ട് എന്ന് പറയുമ്പോഴും ഒന്നും മിണ്ടാതെയാണ് ഹൽബി ഇരുന്നത്. എന്നാൽ മരണത്തോട് മല്ലിടിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഹൽബിയാണ് ഇപ്പോൾ യാത്രയായത്. ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും അതൊരു പെട്ടെന്നൊരു വേദനയായി മാറി. ഒരേ കുടുംബത്തിലെ ആളുകൾ തന്നെ ഇങ്ങനെ മരിക്കുമ്പോൾ അത് ആ കുടുംബത്തിന് ഒട്ടും താങ്ങാനാവാത്തൊരു വാർത്ത എന്ന് തന്നെ പറയണം. ഉമ്മയോടൊപ്പം മകളും യാത്രയാകുമ്പോൾ ആ കുടുംബത്തിന് ഇത് എങ്ങനെ താങ്ങാനാകുമെന്ന് തന്നെയാണ് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നത്. മൃതദേഹങ്ങൾ പന്തളത്തെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത്. ഇരുവരുടെയും ഖബറടക്കം മങ്ങാരം മുസ്ലിം ജമാഅത്ത് പള്ളിയിൽ നടത്തി. പരേതനായ ജലാലാണ് സെൽവം മുഹമ്മദിന്റെ ഭർത്താവ്. ഒരു മകൻ കൂടിയുണ്ട്, അജ്മൽ ഇനി ഒറ്റയ്ക്കാണ്. അജ്മലിനാണ് ഇപ്പോൾ ആരുമില്ലാതായത്. 3 പേരും മരിച്ച നിലയിലാണ്. ബാപ്പ നേരത്തെ പോയി. ആകെ ഉണ്ടായിരുന്നത് സഹോദരിയും ഉമ്മയുമായിരുന്നു. അവർ 2 പേരും കൂടി യാത്രയായപ്പോൾ അജ്മലിന് എന്ത് പറയണമെന്ന് അറിയില്ല. ഒറ്റയ്ക്കായി ആ വീട്ടിൽ ഒറ്റയ്ക്കായ അജ്മലിനെ ആശ്വസിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ പോലും അറിയാതെ ആയിരിക്കുകയാണ്. അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാണ് പോയത്. ഞാൻ കുറച്ചുകൂടി മുമ്പ് വിളിച്ചതാണ്. ഇങ്ങനെയായിരുന്നു മരണവാർത്ത അറിഞ്ഞപ്പോൾ അജ്മൽ ആദ്യം പ്രതികരിച്ചത്. എന്ത് പറയണമെന്നോ എങ്ങനെ പ്രതികരിക്കണമെന്നോ അവൻ എന്ത് മറുപടി കൊടുക്കണമെന്നോ ഇത് കേട്ടു നിന്നവർക്ക് അറിയില്ലായിരുന്നു. മരിച്ചു എന്നത് വിശ്വസിപ്പിക്കാൻ വളരെയധികം പ്രയാസകരമായിരുന്നു അജ്മലിന്റെ ആദ്യ അവസ്ഥയിൽ. പിന്നീട് എല്ലാം ഉൾക്കൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുകയായിരുന്നു അജ്മൽ.